നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM 75 സീറ്റിൽ 3 ഏരിയ സെക്രട്ടറിമാരും മത്സരരംഗത്തേക്ക്. വഞ്ചിയൂർ ഏരിയ സെക്രട്ടറി K. ശ്രീകുമാർ, പാളയം ഏരിയ സെക്രട്ടറി P. ബാബു, വിളപ്പിൽ ഏരിയ സെക്രട്ടറി RP. ശിവജി എന്നിവർ മത്സരിക്കാനാണ് തീരുമാനമായത്. CPM ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഏരിയ സെക്രട്ടറിമാരെ മത്സരരംഗത്തിറക്കാൻ തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPMൽ ധാരണയായിട്ടുള്ളത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ അടിപിടി. ചികിത്സയ്ക്ക് എത്തിയവർ തമ്മിലാണ് അടിപിടി ഉണ്ടായത്. ഇതിനിടെ ഇവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറുടെ ശരീരത്തിലേക്ക് വീണതായി പരാതിയുണ്ട്. സംഭവത്തിൽ ഷിഹാബ് എന്നയാൾക്ക് പരിക്കേറ്റു. ബദിയ സ്വദേശി മുഹമ്മദ് ഷാനിദാണ് തന്നെ ആക്രമിച്ചതെന്ന് ഷിഹാബ് പറയുന്നു. ആശുപത്രിക്ക് മുന്നിൽ ഡോക്ടർമാർ പ്രതിഷേധം നടത്തുകയാണ്. ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഡോക്ടർമാർ പറയുന്നു. തൃശൂരിൽ ജിം ട്രെയിനറെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം അവ്യക്തം. മാധവിന്റെ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ആന്തരാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചു. മണി, കുമാരി ദമ്പതികളുടെ മകനായ മാധവാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. ഇന്നലെ രാവിലെയാണ് മാതാപിതാക്കൾ മരിച്ച നിലയിൽ മകനെ മുറിയിൽ കണ്ടെത്തിയത്. തൃശൂർ വടക്കഞ്ചേരിക്ക് സമീപം ഒന്നാംകല്ലിലാണ് സംഭവം. മസിലുകൾക്ക് കരുത്ത് ലഭിക്കാൻ മാധവ് അമിതമായി മരുന്നുകൾ ഉപയോഗിച്ചതായി സൂചനയുണ്ട്. വിദേശ നിർമ്മിത മരുന്നുകളും സിറിഞ്ചും കിടപ്പുമുറിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. മാധവിന്റെ മുറി അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. കട്ടിലിന് താഴെയായി കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു ശരീരം. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടപ്പോൾ താഴെ വീണതാണോ എന്നാണ് സംശയം. പാമ്പ് കടിയേറ്റിരുന്നോ എന്ന സംശയം ഉയർന്നെങ്കിലും ലക്ഷണങ്ങളൊന്നും ശരീരത്തിലില്ലായിരുന്നു. മാധവിന്റെ മുഖം നീല നിറത്തിലായിരുന്നു. മരിക്കുമ്പോൾ രക്തം ഒരു ഭാഗത്തേക്ക് മാത്രം വന്നതാകാം ഇതിന് കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ ഹൃദയധമനികളിൽ ബ്ലോക്കും കണ്ടെത്തിയില്ല. ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ മാധവ് സ്ഥിരമായി പങ്കെടുക്കാറുണ്ടായിരുന്നു. ജനുവരിയിൽ നടക്കാനിരുന്ന മത്സരത്തിനായി കഠിന പരിശീലനം നടത്തുകയായിരുന്നു മാധവ് എന്ന് കുടുംബം പറഞ്ഞു. തിരുവനന്തപുരത്ത് CPIM പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു. കല്ലറ ബ്ലോക്കിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തകരാണ് കോൺഗ്രസിൽ ചേർന്നത്. 75 പേർ CPIM വിട്ട് കോൺഗ്രസിൽ ചേർന്നതായാണ് DCC അറിയിച്ചത്. പ്രവർത്തകരുടെ കൂറുമാറ്റം മധുര പ്രതികാരമാണെന്നാണ് DCC മുൻ പ്രസിഡന്റ് പാലോട് രവി പ്രതികരിച്ചത്. പെരിങ്ങമല പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ചതിനുള്ള മറുപടിയാണിതെന്നും CPIMന്റെ അന്നത്തെ നടപടിയോട് CPIM പ്രവർത്തകർക്ക് പോലും രോഷമുണ്ടായിരുന്നുവെന്നും പാലോട് രവി പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടില്ല. പുതിയ ഭരണസമിതി അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന വീഴ്ചകളിലേക്ക് ഹൈക്കോടതി വീണ്ടും വിരൽ ചൂണ്ടിയതോടെയാണ് സർക്കാർ മുൻ തീരുമാനം മാറ്റുന്നത്. പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ച് നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ധാരണയിലെത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുൻ MLA TK ദേവകുമാറിനെ പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ട്. നിലവിൽ കയർഫെഡ് ചെയർമാനാണ്. ഹരിപ്പാട് മുൻ MLA ആയ ദേവകുമാർ, മുൻ MP A. സമ്പത്തിന്റെ പേരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്.